MC നാസറിലേക്ക് കൂടി. നാസർ, ഗൾഫ് രാജ്യങ്ങളുടെ പ്രതികരണം എന്താണ് ഈ അപകടത്തെക്കുറിച്ച്? അജിൻസ്, ഇന്നലെ തന്നെ ഏറെക്കുറെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇറാന് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നു. തെരച്ചിൽ പ്രവർത്തനങ്ങളും ഇറാൻ അകപ്പെട്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തങ്ങളെ കൊണ്ട് സാധ്യമാവുന്ന എല്ലാ പിന്തുണയും നൽകാൻ ഒരുക്കമാണെന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും. ഒരുപക്ഷെ സമീപകാലത്ത് ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഐക്യദാർഢ്യം ഗൾഫ് മേഖലയിൽ നിന്ന് ഇറാന് ലഭ്യമാകുന്നത്. അത് ഒരുപക്ഷെ റയീസി തുടക്കം കുറിച്ച പ്രായോഗികമായിട്ടുള്ള നയതന്ത്രജ്ഞതയുടെ ഒരു കടപ്പാട് കൂടിയായിട്ട് നമ്മൾ കാണേണ്ടി വരും. കാരണം സൗദി അറേബ്യയുമായിട്ട്, കാരണം യമനുമായിട്ട് സൗദി അറേബ്യ നീണ്ടകാല യുദ്ധത്തിൽ ഏർപ്പെട്ട ഒരു ഘട്ടത്തിൽ ഹൂത്തികൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ആക്രമണവും ഹൂത്തികളിൽ നിന്ന് സൗദി അറേബ്യക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിരവധി ആയിരങ്ങൾ ചെയ്യപ്പെട്ട ഒരു സാഹചര്യത്തെ മറികടക്കാനും സൗദിയുമായിട്ട് കൈകോർക്കാനും ശക്തമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നിൽ നിന്നത് ഇബ്രാഹിം റയീസി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൽമാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഒരു അനുരഞ്ജന പൂർണ്ണമായിട്ടുള്ള ഒരു രാഷ്ട്രീയം, ഒരു നയതന്ത്രജ്ഞതയിലേക്ക് അവരെ പോലും കൊണ്ടുവരാൻ സാധിച്ചതും ഇബ്രാഹിം റയീസിയുടെ വലിയൊരു നേട്ടമായി തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും. അങ്ങനെ സൗദിയും ഇറാനും തമ്മിലുള്ള ആ കൈകോർക്കൽ മേഖലയിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മിക്ക രാജ്യങ്ങളും UAE ഉൾപ്പെടെ, സൗദിക്ക് പുറമെ ബഹ്റൈൻ, ഖത്തർ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളുമായിട്ടും ഏറ്റവും നല്ല ഒരു പാലം പണിയാനും പരസ്പരമുള്ള വിനിമയം കൂടുതൽ മെച്ചപ്പെടുത്താനും മുന്നിൽ നിൽക്കുകയും അതിന് നായകത്വം വഹിക്കാനും ഇബ്രാഹിം റയീസിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ ആ ഒരു നേതാവിൻ്റെ വിയോഗം, അതോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രി അബ്ദുല്ലാഹിയാന്റെ വിയോഗം ഈ ഗൾഫ് രാജ്യങ്ങളുടെ കൂടി ഒരു വലിയ നഷ്ടമായിട്ടാണ് അവരുടെ പ്രതികരണങ്ങളിൽ വ്യക്തമാവുന്നത്. കാരണം അപരിഹാര്യമായിട്ടുള്ള ഒരു വിയോഗം തന്നെയാണ് ഈ രണ്ടുപേരുടേതും എന്ന പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് മുമ്പുള്ള അവസ്ഥയിൽ നിന്ന് ഷിയാ സുന്നി വൈരത്തിന്റെ ഒരു കാലം കഴിയുകയും കുറെ കൂടി ഐക്യത്തോടു കൂടി മേഖലയിലെ രാജ്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന ഒരു തീർപ്പുണ്ടാക്കുകയും, അതുമാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ബന്ധം മെച്ചപ്പെടുത്താനും ഒക്കെ സാധിച്ചത് ഇബ്രാഹിം റയീസിയുടെ ഈ കാഴ്ചപ്പാടുകളുടെ കൂടി നിദർശനമായിരുന്നു. അത് സാമ്പത്തികമായിട്ടും പല നിലക്കുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനും വലിയ മുതൽക്കൂട്ടായിട്ട് മാറിയ ഒരു ഘട്ടത്തിലാണ് ഇബ്രാഹിം റയീസിയുടെ ഒരു വിടവാങ്ങൽ ഉണ്ടായിരിക്കുന്നത്. നയതന്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ വിദേശകാര്യമന്ത്രി അബ്ദുല്ലാഹിയാന്റെ വിയോഗവും ഇറാന് വലിയ ആഘാതം തന്നെയായിട്ട് മാറുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഗൾഫിലെ എല്ലാ വിദേശകാര്യമന്ത്രിമാരും രാഷ്ട്ര നേതാക്കളുമായിട്ടും ആത്മബന്ധം നിലനിർത്താനും അവരുമായിട്ട് കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടത്താനും സാധിച്ച ഒരു അഗാധ വിൽപ്പത്തിയുള്ള ഒരു വിദേശകാര്യ മന്ത്രി കൂടിയാണ് ഇപ്പോൾ അബ്ദുല്ലാഹിയാന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇറാൻ നേരിട്ടിരിക്കുന്ന ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇറാന്റെ കൂടെ നിലയുറപ്പിക്കാനും ഇറാൻ ജനതയ്ക്കൊപ്പം നിലയുറപ്പിക്കാനും തങ്ങൾ ഉണ്ടാകുമെന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു വിളംബരം തന്നെയാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളും. അതിൽ ഏതെങ്കിലും ഒരു രാജ്യം മാത്രം വിട്ടുനിൽക്കുന്നില്ല. എല്ലാ 6 ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെട്ട ഗൾഫ് കോർപ്പറേഷൻ സഹകരണ കൗൺസിൽ പോലും ഇന്നലെ ഔദ്യോഗികമായി തന്നെ ഒരു പ്രമേയം ഇതുമായി ബന്ധപ്പെട്ട് പാസാക്കിയിരുന്നു. ഈ സങ്കീർണവും പ്രതിസന്ധി നിറഞ്ഞതുമായ ഈ ഘട്ടത്തിൽ തങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന പ്രഖ്യാപനം തന്നെയാണ് അതിൽ ആ ഒരു പ്രസ്താവനയിൽ ഏറ്റവും ശക്തമായി തന്നെ ഈ രാജ്യങ്ങൾ അവതരിപ്പിച്ചതും. അജിംസ്.